എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബ്രൈറ്റ്. ഈ കേരളം ഓൺലൈൻ സർവീസിലേക്ക് സ്വാഗതം. ജനന സർട്ടിഫിക്കറ്റിലെ പേര് തിരുത്തുന്നതിന് ചില ഇളവുകൾ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതെന്താണെന്നാണ് ഇന്നിവിടെ നോക്കുന്നത്. ബർത്ത് സർട്ടിഫിക്കറ്റിലെ തെറ്റുകൾ ഓൺലൈനായി എങ്ങനെ തിരുത്താം എന്നും അതുപോലെ തന്നെ തെറ്റുകൾ തിരുത്തുന്നതിന് ആവശ്യമായ രേഖകൾ എന്തൊക്കെയാണെന്ന് സംബന്ധിച്ചും 2 വീഡിയോകൾ ചാനലിൽ ലഭ്യമാണ്. ലിങ്ക് കൊടുത്തിരിക്കാം. ജനന സർട്ടിഫിക്കറ്റിലെ പേര് തിരുത്തുന്ന കാര്യത്തിൽ സർക്കാർ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന ഇളവ്, കേരളത്തിൽ ജനനം രജിസ്റ്റർ ചെയ്തവർക്ക് അവർ ഗസറ്റ് വിജ്ഞാപനം വഴി പേര് മാറ്റുന്ന സാഹചര്യത്തിൽ ഒറ്റത്തവണയായി ആ ഒരു രേഖ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ജനന സർട്ടിഫിക്കറ്റിലെ പേരും തിരുത്താൻ സാധിക്കും എന്നുള്ള ഇളവാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. വർഷങ്ങളായി ഇക്കാര്യത്തിൽ നിലനിന്നിരുന്ന സങ്കീർണതയാണ് തദ്ദേശ വകുപ്പ് മന്ത്രിയുടെ ഈ ഒരു പ്രഖ്യാപനത്തിലൂടെ ഒഴിവാക്കിയിരിക്കുന്നത്. നിലവിൽ കേരള സിലബസിൽ പഠിച്ച കുട്ടികൾക്ക് ഗസറ്റ് വിജ്ഞാപനത്തിൻ്റെ അടിസ്ഥാനത്തിൽ SSLC സർട്ടിഫിക്കറ്റിലും സ്കൂൾ രേഖകളിലും പേര് മാറ്റാനും തുടർന്ന് ഈ സ്കൂൾ രേഖകളുടെ അടിസ്ഥാനത്തിൽ ജനന സർട്ടിഫിക്കറ്റിലെ പേര് തിരുത്താനുമാണ് അവസരം ഉണ്ടായിരുന്നത്. ഈ ഒരു സങ്കീർണതയാണ് ഇപ്പോൾ ഒഴിവാക്കിയിരിക്കുന്നത്. ഇനി മുതൽ ഗസറ്റിൽ പേര് മാറ്റി വിജ്ഞാപനം വന്നതിന് ശേഷം ആ ഒരു വിജ്ഞാപനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ജനന സർട്ടിഫിക്കറ്റിലെ പേര് മാറ്റുവാൻ അപേക്ഷിക്കാവുന്നതാണ്. ഇങ്ങനെ നൽകുന്ന അപേക്ഷയിൽ ഈ ഒരു രേഖയുടെ അടിസ്ഥാനത്തിൽ പേര് മാറ്റി കിട്ടും എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. CBSE ICSE സ്കൂളുകളിൽ പഠിച്ചവർക്കും വിദേശത്ത് പഠനം നടത്തിയവർക്കും ഗസറ്റ് വിജ്ഞാപനം വഴി പേര് തിരുത്തിയാലും അതുപയോഗിച്ച് സ്കൂൾ രേഖകൾ മാറ്റാനാവാത്തതിനാൽ ജനന സർട്ടിഫിക്കറ്റ് തിരുത്താൻ സാധിച്ചിരുന്നില്ല. ഈ ഒരു സങ്കീർണതയാണ് ഇപ്പോൾ പരിഹരിച്ചിരിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് ഉൾപ്പെടെയുള്ള തദ്ദേശ സ്ഥാപനങ്ങളുടെ എല്ലാം അപേക്ഷകൾ K-സ്മാർട്ട് വഴി നൽകണമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. K-സ്മാർട്ടിൽ ഇത് സംബന്ധമായിട്ടുള്ള മോഡ്യൂളിൽ വ്യത്യാസങ്ങൾ വരുത്തും എന്നും അറിയുന്നു. ഇപ്പോൾ K-സ്മാർട്ടിൻ്റെ വെബ്സൈറ്റിൽ പ്രവേശിച്ചാൽ നമുക്ക് ഇങ്ങനെ ഒരു റിസൾട്ടാണ് ലഭിക്കുന്നത്. ഇവിടെ എഴുതി കാണിച്ചിരിക്കുന്നത് K-സ്മാർട്ട് റൂറൽ റോൾ ഔട്ട് ഡേറ്റ മൈഗ്രേഷൻ ഈസ് പ്രോഗ്രസിംഗ് എന്നാണ് കാണിച്ചിരിക്കുന്നത്. അതായത് ഗ്രാമപഞ്ചായത്തിലുള്ള ഡേറ്റകൾ K-സ്മാർട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇവിടെ കാണിക്കുന്നത്. ഇത് ഏതാനും മണിക്കൂറുകൾക്കകം ഈ ഒരു പ്രോസസ്സ് അവസാനിക്കുകയും നമുക്ക് മുഴുവൻ പ്രോസസ്സുകളും ഇനി മുതൽ ഗ്രാമപഞ്ചായത്തിൻ്റെ ഉൾപ്പെടെയുള്ള പ്രോസസ്സുകൾ K-സ്മാർട്ട് വഴി ചെയ്യാൻ സാധിക്കും എന്നുമാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. അങ്ങനെ K-സ്മാർട്ട് വഴി എല്ലാ അപേക്ഷകളും നൽകാൻ കഴിയുന്ന സാഹചര്യം വന്നാൽ അത് സംബന്ധമായ വീഡിയോ ചെയ്യുന്നതുമായിരിക്കും. നിലവിൽ K-സ്മാർട്ടുമായി ബന്ധപ്പെട്ട് അയക്കാൻ കഴിയുന്ന അപേക്ഷകൾ സംബന്ധിച്ചുള്ള വീഡിയോകളൊക്കെ ചാനലിൽ ലഭ്യമാണ്. ഇതെല്ലാം K-സ്മാർട്ട് എന്നൊരു പ്ലേലിസ്റ്റിൽ ക്രമീകരിച്ചിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് പ്രോപ്പർട്ടി ടാക്സ്, കടകളുടെ രജിസ്ട്രേഷൻ പുതുക്കലും പുതിയതിന് അപേക്ഷിക്കലും, ട്രേഡ് ലൈസൻസ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്, അതുപോലെ തന്നെ മാരേജ് രജിസ്ട്രേഷൻ, ബർത്ത് സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട ഓൺലൈൻ അപേക്ഷകളടക്കം ഉള്ള വീഡിയോകൾ ചാനലിൽ ലഭ്യമാണ്. ഇവ K-സ്മാർട്ട് എന്ന പ്ലേലിസ്റ്റിൽ ലഭ്യമാണ്. ഇതോടെ ഈ ഒരു വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.